തൊഴിലില്ലായ്മയുടെ പേര് പറഞ്ഞ് മടിപിടിച്ചിരുന്ന സമയം പാഴാക്കാറാണ് യുവാക്കളിലധികവും. എന്നാൽ ഇവരിൽ നിന്ന് വ്യത്യസ്തനാവുകയാണ് മൊഗ്രാലിലെ ലത്തീഫ്. വികലാംഗനായ ഈ യുവാവ് മൊഗ്രാൽ ടൗണിൽ ഒരു തട്ടുകട നടത്തിയാണ് ഉപജീവനമാർഗം നേടുന്നത്. ദൃഢനിശ്ചയവും കഠിനാധ്വാനവും ചെയ്യാൻ തയ്യാറാണെങ്കിൽ തൊഴിലില്ലായ്മയുടെ പേരിൽ വെറുതെ ഇരിക്കേണ്ടി വരില്ല എന്നാണ് ലത്തീഫിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത്. ഭാരം താങ്ങാനരുതാതെ നീർമണി വീണുടഞ്ഞു പുലർച്ചെ 3 മണി മുതൽ ലത്തീഫ് തന്റെ ജോലി ആരംഭിക്കും. രാത്രി 8 മണി വരെ. ക്യാൻസർ രോഗമാണ് ലത്തീഫിനെ വികലാംഗനാക്കിയത്. ഒരിടത്തു ജനനം ഒരിടത്തു മരണം, ചുമലിൽ ജീവിതഭാരം. ഒരിടത്തു ജനനം ഒരിടത്തു മരണം, ചുമലിൽ ജീവിതഭാരം. വഴിയറിയാതെ മുടന്തി നടക്കും വിധിയുടെ ബലി മൃഗങ്ങൾ. 2 വർഷമായി. ഞാൻ ആദ്യം അബുദാബിയിലായിരുന്നു. അവിടുന്ന് കാല് സുഖമില്ലാണ്ട് വന്നതാണ് നാട്ടിൽ. കാല് എല്ല് പൊടിയായിരുന്നു. എല്ല് ക്യാൻസർ. എല്ലിൽ ക്യാൻസർ. എന്നിട്ട് കുഞ്ഞുകാല തങ്ങളെ ഓപ്പറേഷൻ ചെയ്തു. 3 കഴിഞ്ഞ് ഇനി ഒന്നും കൂടി ആവാനുണ്ട്. പൈസ ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോവാണ്. ഇദ്ദേഹത്തിന്റെ തുടർ ചികിത്സയ്ക്കായി നല്ലൊരു തുക തന്നെ ആവശ്യമുണ്ട്. എന്നാൽ ഇതെങ്ങനെ കണ്ടെത്തുമെന്നറിയാതെ നല്ലവരായ നാട്ടുകാർ തന്നെ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് ലത്തീഫ്. കാലിലെ ബാൻഡ് നിർത്താനുള്ളൊരു ഓപ്പറേഷൻ കൂടി ബാക്കിയുണ്ട്. കാശില്ലാതാണ് അത് ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോയിക്കുക. അടുത്ത മാസം ജനുവരിയിൽ ചെയ്യണമെന്ന് നിർബന്ധിച്ചിട്ടുണ്ട്. ഞാൻ കോട്ടയസിലാണ്. ഈ യുനാനി ഈ ഹോസ്പിറ്റലിൻ്റെ അകത്തോട്ട് നടന്നിട്ട് വരുന്നു. രാത്രി 3 മണിക്ക് വരും. 3 മണിയിൽ നിന്ന് രാത്രി 8 മണി വരെ. കച്ചവടം കുഴപ്പമില്ല, ഇങ്ങനെ പോകുന്നു. ഇപ്പോൾ കുറച്ച് ടൗണാണ്. ഭാര്യ 2 മക്കൾ, ഒരാണും ഒരു പെണ്ണ്. ആണിന് 17 വയസ്സ്, പെണ്ണിന് 9 വയസ്സ്. 2 ആൾ പഠിക്കുന്നത്. ഇത് മാത്രമല്ല, ഇതിന്ന് കിട്ടുന്ന എന്തെങ്കിലും നിശ്ചയമായ വരുമാനം കൊണ്ട് ഇങ്ങനെ പേരൻ്റെ വാടക, ഹോസ്പിറ്റൽ, വീട്ടിൽ ചിലവ്. വാടക പേരില്ല. മാസം 2000 വാടക വേണം. മാസം 2000 രൂപ വീട്ടു വാടക. എല്ലാം ഇന്ന് തന്നെയാണ്. എന്തുമില്ല. ഇല്ല, ഒന്നുമില്ല. ഐഡന്റി കാർഡ് ഉണ്ട്. റേഷൻ കാർഡ് കൊടുത്തില്ലെങ്കിലും വോട്ടർ കാർഡ് കൊടുക്കാൻ രാഷ്ട്രീയക്കാരും മറന്നില്ല. ലത്തീഫിനെ കുറിച്ച് കൂടുതൽ അറിയാം. നമ്മുടെ സാമ്പത്തികമായിട്ട് വളരെയധികം പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബത്തിലെ അംഗമാണ് ലത്തീഫ്. തന്നെയുമല്ല, ഏകദേശം 5 വർഷത്തോളമായി അദ്ദേഹത്തിൻ്റെ കാലിന് ഓപ്പറേഷനൊക്കെ നടത്തി ഒരുപാട് തുക ചികിത്സയ്ക്ക് വേണ്ടിയൊക്കെ ചിലവാക്കിയതാണ്. അപ്പോൾ കാര്യങ്ങളൊക്കെ എനിക്കറിയാം. ഞാനും ആ ചികിത്സാ സഹായത്തിന് വേണ്ടിയൊക്കെ പല ആൾക്കാരുമായിട്ട് ഇടപെട്ടിട്ട് ചെയ്തതാണ്. അപ്പോൾ ഇന്ന് ലത്തീഫ് ഇങ്ങനെ സുഖമില്ലാത്ത അവസ്ഥയിലാണെങ്കിലും അദ്ദേഹം സ്വന്തമായിട്ടൊരു ചായക്കട നടത്തുകയാണ്. അതിരാവിലെ എഴുന്നേറ്റ് വീട്ടിൽ നിന്ന് വരും. രാത്രി വരെ ചായക്കടയിൽ ജോലി ചെയ്യും. ആ കിട്ടുന്ന വരുമാനം കൊണ്ട് തൻ്റെ കുടുംബം പോറ്റും. നമ്മുടെ ഇടയിൽ ചെറുപ്പക്കാർ, നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാർ വരെ ഒരു ജോലിയും ചെയ്യാതെ
ഇങ്ങനെ സമയം പാഴാക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നത്. അവർക്കൊക്കെ ഒരു നല്ല പാഠമാണ് ലത്തീഫിൻ്റെ ജീവിതം. ലത്തീഫിൻ്റെ തുടർന്നുള്ള ചികിത്സയ്ക്കും മറ്റുമൊക്കെ നല്ല മനസ്സുകാരുടെ സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ലത്തീഫിനെ സഹായിക്കാൻ സന്നദ്ധരായവർ ഈ നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ 9995833135.